ഫർസൂസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടാണ്. നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ട് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷനായിട്ട് വരുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇത് തയ്യാറാക്കാനായി 1 kg ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്താണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള സോൾട്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇവയെല്ലാം കൂടെ 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായി കൈവച്ച് മിക്സാക്കി എടുത്താണ്. ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. പ്രഷർ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ ഇതിൻ്റെ വേവിൻ്റെ സമയം എന്ന് പറയുന്നത് 3-4 വിസിൽ കൊടുക്കുക. ഓരോരുത്തരുടെ പ്രഷർ കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. 90% വെന്താൽ മതി, മൊത്തത്തിൽ വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പാകം വേവായി കിട്ടിയാണ്. ഇനി ഇത് നീളത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മാരിനേഷനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള സോൾട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ചെറുനാരങ്ങൻ്റെ നീര്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ മിക്സാക്കി ഒരു ബാറ്ററാക്കി എടുക്കുക. 1 എഗ്ഗും കൂടെ ചേർക്കണം. ഞാൻ വിട്ടുപോയി, ഞാൻ ഈ ഒരു സമയത്താണ് ചേർക്കുന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ചേർക്കുക. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ കുറവ് വരുത്തുക. ഇതിൽ എഗ്ഗ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കോൺഫ്ലോറിൻ്റെ ഈ മിക്സ് ബീഫിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് പൊരിക്കുന്ന സമയത്ത് ഇങ്ങനെ അടർന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാം കൂടെ മിക്സാക്കിയിട്ട് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീഫ് ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. എന്നിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യണത്. ഓയിൽ ചൂടാവുമ്പോൾ ഫസ്റ്റ് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് ഫ്രൈ ആക്കി കോരി മാറ്റി വെക്കുക. കുക്ക് ചെയ്ത ബീഫ് ആയതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇടണം എന്നൊന്നുമില്ല, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളിൽ വെന്തതാണല്ലോ, പിന്നെ ഈ കോട്ടിംഗ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയല്ലോ. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിൽ ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. ഒരു പാൻ ചൂടാക്കിയെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള സോൾട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. ഇനി ടൊമാറ്റോ സോസ് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ടൊമാറ്റോ പ്യൂരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു തക്കാളി നന്നായി ബോയിൽ ചെയ്ത് തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. ഇതിൽ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഫ്ലെയിം ലോ ആക്കാൻ ശ്രദ്ധിക്കണേ. ഈ സമയത്ത് ഇതിലേക്ക് ബീഫ് വേവിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ആ സ്റ്റോക്ക് വാട്ടറിൽ നിന്ന് കുറച്ച് ഏകദേശം 1/2 ഗ്ലാസോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ക്രഷ്ഡ് ചില്ലിയാണ്. 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ വറ്റൽമുളക് ഒന്ന് ചൂടാക്കി ക്രഷ് ചെയ്തെടുത്തതാണ്. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് കിട്ടുന്ന സമയത്ത് എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പ് മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പിലയും വറ്റൽമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്